പരിശുദ്ധ റമദാൻ കൂടുതൽ പവിത്രമായ ദിവസങ്ങളിലേക്കാണ് പ്രവേശിച്ചത്. അവസാന 10 ഒറ്റയക്കമുള്ള ദിവസങ്ങളിലൊന്നിൽ ഖുർആൻ അവതരിച്ചു എന്നാണ് വിശ്വാസം. റമദാൻ 21, 23, 25, 27 ദിവസങ്ങളിലൊന്നിൽ പരിശുദ്ധ ഖുർആൻ പിറന്നുവെന്ന് സാരം. ഈ ദിനമാണ് ലൈലത്തുൽ ഖദർ അഥവാ വിധിയുടെ ദിനം. ഈ രാത്രിയിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് 1000 മാസങ്ങളിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെക്കാൾ പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള രാവുകളിൽ ഉറക്കം പോലും ഉപേക്ഷിച്ച് വിശ്വാസികൾ പള്ളികളിൽ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളുമായി ചെലവിടും. സ്വർഗത്തിൽ നിന്നും മലക്കുകൾ ഭൂമിയിലെത്തുന്ന സ്വർഗീയ ദിവസമാണ് ലൈലത്തുൽ ഖദർ. റമദാൻ അവസാന 10 കടന്നതോടെ ഈദുൽ ഫിത്തറിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളും ഗൾഫ് രാജ്യങ്ങളിൽ തുടങ്ങി. ത്യാഗത്തിനും സഹനത്തിനും ശേഷമെത്തുന്ന ശവ്വാൽ പിറവിയെ ആഘോഷത്തോടെയാണ് വിശ്വാസികൾ വരവേൽക്കുക. റമദാൻ 29 മാസപ്പിറവി ദൃശ്യമാകാൻ ഇടയില്ലെന്ന് UAE നാഷണൽ അസ്ട്രോണമി സെന്റർ വ്യക്തമാക്കി. ഇതോടെ റമദാൻ 30 പൂർത്തിയാക്കി മാർച്ച് 31 തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ ആകാനുള്ള സാധ്യത തെളിഞ്ഞു. പക്ഷേ മാസപ്പിറവിയെ ആധാരമാക്കിയാകും അന്തിമ തീരുമാനവും പ്രഖ്യാപനവും. മാതൃഭൂമി ന്യൂസ്, ദുബായ്.